ഹായ് ഓൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. 2023 നടന്ന ടൈപ്പിസ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ടൈപ്പിസ്റ്റ് എക്സാം എഴുതുന്നവർക്കും കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പരീക്ഷകൾ എഴുതുന്നവർക്ക് ഈ വീഡിയോ പ്രയോജനകരമാകും. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എക്സാം എഴുതുന്നവർക്കും ഈ വീഡിയോ കണ്ടു പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണേണ്ടവർ ചാനലിൽ കയറിയിട്ട് നോക്കിയാൽ മതി. അപ്പം ഇതിന് മുമ്പൊരു സെറ്റ് 100 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻഡ് ആൻസേഴ്സ് ഡിസ്കഷൻ അത് നോക്കിയാൽ മതി, അത് കാണാനായിട്ട് സാധിക്കും. പിന്നെ നോട്ട്സായിട്ട് വേണ്ടവർക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ നോട്ട്സായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കാം. പിന്നെ വീക്കെൻഡിൽ നമ്മൾ ചെറിയൊരു എക്സാം ഇടുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് പ്രകാരമായിട്ടുള്ള നമ്മുടെ FB പേജ് ഗ്രൂപ്പിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡെയിലി ഇടാറുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് ആ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 33ാമത്തെ ക്വസ്റ്റ്യൻ. BIOS stands for option Basic Interface Output System, Basic Instruction Output System, Basic Input Output System, none of the above. ഓപ്ഷൻ ഒന്നും കൂടെ പറയാം. ബേസിക് ഇൻ്റർഫേസ് ഔട്ട്പുട്ട് സിസ്റ്റം, ബേസിക് ഇൻസ്ട്രക്ഷൻ ഔട്ട്പുട്ട് സിസ്റ്റം, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, നൺ ഓഫ് ദി എബോവ്. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ഓപ്ഷൻ സി ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ഹൈപ്പർലിങ്ക് ഇൻ MS Word ആപ്ലിക്കേഷൻ? വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ ഹൈപ്പർലിങ്ക് ഇൻ MS Word ആപ്ലിക്കേഷൻ? അപ്പം MS Word ആപ്ലിക്കേഷനിൽ ഹൈപ്പർ ലിങ്ക് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്, അത് ഏത് കമാൻഡാണ് ഉപയോഗിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്, ഡിസൈൻ ഹൈപ്പർ ലിങ്ക്, എഡിറ്റ് ഹൈപ്പർ ലിങ്ക്, വ്യൂ ഹൈപ്പർ ലിങ്ക്. ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്, ഡിസൈൻ ഹൈപ്പർ ലിങ്ക്, എഡിറ്റ് ഹൈപ്പർ ലിങ്ക്, വ്യൂ ഹൈപ്പർ ലിങ്ക്. ഇതിൽ ആൻസർ വരുന്നത് ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്, ഓപ്ഷൻ എ ആണ്. നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതാണ് സ്ലൈഡിനകത്ത് ഹൈപ്പർ ലിങ്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഇന്നലത്തെ അതൊന്ന് കാണാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടുള്ളൂ, അതിനകത്ത് ആൻസർ ഉണ്ട്. എക്സ്പാൻഡ് URL. 35ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് URL. ഓപ്ഷൻ നോക്കാം. യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിക്കോഡ് റിസോഴ്സ് ലൊക്കേറ്റർ. എക്സ്പാൻഡ് URL. യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിക്കോഡ് റിസോഴ്സ് ലൊക്കേറ്റർ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻ കീബോർഡ്, മൗസ്, കൂളിംഗ് ഫാൻ, സ്കാനർ. കീബോർഡ്, മൗസ്, കൂളിംഗ് ഫാൻ, സ്കാനർ. ഇതിലേതാണ് ഓഡ് വൺ ആണ്? ഇത് ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ളൊരു ആൻസർ മേടിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കൂളിംഗ് ഫാൻ. 37ാമത്തെ ക്വസ്റ്റ്യൻ. DTP stands for. അതിൽ ഓപ്ഷൻ നോക്കാം. ഡെസ്ക്ടോപ്പ് പ്രിൻറ്റിംഗ്, ഡെസ്ക്ടോപ്പ് പ്രോസസ്സിംഗ്, ഡിസൈൻ ടൈപ്പ് പ്രിൻറ്റിംഗ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഡെസ്ക്ടോപ്പ് പ്രിൻറ്റിംഗ്, ഡെസ്ക്ടോപ്പ് പ്രോസസ്സിംഗ്, ഡിസൈൻ ടൈപ്പ് പ്രിൻറ്റിംഗ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് LCD ഈസ്. ഓപ്ഷൻ നോക്കാം. ലൈറ്റ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ലേസർ ക്രിസ്റ്റൽ ഡിസ്പ്ലേ, നൺ ഓഫ് ദി എബോവ്. ലൈറ്റ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ലേസർ ക്രിസ്റ്റൽ ഡിസ്പ്ലേ, നൺ ഓഫ് ദി എബോവ്. അതിൽ LCD ഫുൾ ഫോം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. 39ാമത്തെ ക്വസ്റ്റ്യൻ. ടു ഹൈലൈറ്റ് ദ എൻട്രി കോളം ഇൻ സ്പ്രെഡ്ഷീറ്റ്
We can choose to highlight the entire column in spreadsheet. We can choose. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ എൻറ്റയർ കോളം എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം. Ctrl+C, Ctrl+Enter, Ctrl+Page Up, Ctrl+Space Bar. ഓപ്ഷൻ നമ്മുടെ Ctrl+C, Ctrl+Enter, Ctrl+Page Up, Ctrl+Space Bar. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. Ctrl+Space Bar ആണ് എന്ത് സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് എൻറ്റയർ കോളം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Ctrl+Space Bar. 40ാമത്തെ ക്വസ്റ്റ്യൻ. IDE stands for International Drive Electronics, International Data Electronics, Integrated Drive Electronics, Integrated Data Electronics. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻ്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്. അപ്പം ഈ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന കൂടുതൽ ഈ ഒരു പാർട്ട് ഫുൾ എന്താണ് എക്സ്പാൻസ് ആണ്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇത് ഏറ്റവും എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ആരും വിട്ട് കളയാൻ പാടില്ല. എക്സാമിന് കൂടുതലായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. URലൊക്കെ കുറേ തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതേപോലെ DTP. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുത്തിട്ട് അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക തന്നെ ചെയ്യണം കേട്ടോ. ഏറ്റവും ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത്. അത് അന്നന്ന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഠിച്ചു പോവുകയാണെങ്കിൽ പിന്നീട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടി വരുന്നില്ല. ഓക്കെ.